സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം തെറ്റിദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച മറ്റൊരു വിഷയമുണ്ടാവില്ല. അതാണ് 2020 ഇന്ത്യ ചൈന ഗൽവാൻ സംഘർഷം. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പാർലമെന്റിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വലിയൊരു ബോംബ് പൊട്ടിച്ചു എന്ന് അവകാശപ്പെട്ടു. മുൻ കരസേനാ മേധാവി ജനറൽ എം നരവാണയുടെ പ്രസിദ്ധീകരിക്കാത്ത ആത്മകഥയായ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിലെ ചില വരികൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിർണായക സമയത്ത് മോദി സർക്കാർ സൈന്യത്തെ കൈവിട്ടു, ചൈനീസ് ടാങ്കുകൾ പാഞ്ഞെടുത്തപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയാതെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒളിച്ചോടി എന്നൊക്കെ. കേൾക്കുമ്പോൾ ആർക്കും ഞെട്ടൽ തോന്നാവുന്ന ഒരു ആരോപണം. സ്വന്തം സൈന്യത്തെ യുദ്ധമുഖത്ത് ഒറ്റയ്ക്ക് നിർത്തിയോ നമ്മുടെ സർക്കാർ? പക്ഷേ സുഹൃത്തുക്കളെ, രാഹുൽ ഗാന്ധി പറയാതെ വിട്ട അല്ലെങ്കിൽ സൗകര്യപൂർവ്വം മറച്ചു വെച്ച് വേറെ ചില സത്യങ്ങളുമുണ്ട്. ജനറൽ നരവാനെ തന്നെ പല അഭിമുഖങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, സൈനിക രേഖകൾ, പിന്നെ ചരിത്രപരമായ ചില കണക്കുകൾ, ഇവയെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ തെളിയുന്ന ചിത്രം മറ്റൊന്നാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് ആ സത്യങ്ങളാണ്. രാഹുൽ ഗാന്ധി ഉദ്ധരിച്ച ഫോൺ സംഭാഷണത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? 1962 2013 സംഭവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2020 ഇന്ത്യ എങ്ങനെയാണ് ചൈനയെ മുട്ടുകുത്തിച്ചത്? ജനറൽ നരവാണയുടെ വാക്കുകളിലൂടെ, ചരിത്ര രേഖകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഒക്കെ നിങ്ങളൊന്ന് തയ്യാറാവണം. ആദ്യം നമുക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രധാന ആരോപണത്തിലേക്ക് വരാം. സംഭവം നടക്കുന്നത് 2020 ഓഗസ്റ്റ് 31 രാത്രിയിലാണ്. കിഴക്കൻ ലഡാക്കിലെ കൈലാഷ് റേഞ്ചിലേക്ക് ചൈനീസ് സൈന്യം ടാങ്കുകളുമായിട്ട് പാഞ്ഞെടുക്കുന്നു. അതീവ ഗുരുതരമായ സാഹചര്യം. ഈ സമയത്ത് അന്നത്തെ സൈനിക മേധാവി ജനറൽ നരവാണെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ വിളിക്കുന്നു. രാഹുൽ ഗാന്ധി പറയുന്നത്, രാജ്നാഥ് സിംഗ് എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ നോക്കി ചെയ്യൂ എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു എന്നാണ്. പുസ്തകത്തിലെ ജോ ഉചിത് സംജോ വോ കരോ, ഡു വാട്ട് എവർ യു ഡീം അപ്രോപ്രിയേറ്റ്, ഈ അവസരത്തിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് എന്താണോ അതുമായിട്ട് മുന്നോട്ട് പോവുക, അത് ചെയ്യുക എന്ന വരിയാണ് രാഹുൽ ഗാന്ധി ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ സൈനിക തന്ത്രങ്ങളെക്കുറിച്ച് സാമാന്യ ബോധമുള്ള ആർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇതിനെ മിലിറ്ററിയിൽ മിഷൻ കമാൻഡ് എന്നാണ് വിളിക്കുന്നത്. സുഹൃത്തുക്കളെ, ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഡൽഹിയിലെ എയർ കണ്ടീഷൻ മുറിയിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് ലഡാക്കിലെ -डिग्री തണുപ്പിൽ, അതും സെക്കൻഡുകൾക്കുള്ളിൽ മാറിക്കൊണ്ടിരിക്കുന്ന യുദ്ധകളത്തിലെ സാഹചര്യം കണ്ട് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അവിടെ ആവശ്യ നിർദ്ദേശങ്ങളല്ല, മറിച്ച് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ്, ഓപ്പറേഷണൽ ഫ്രീഡമാണ്. ജനറൽ നരവാനെ പിന്നീട് നൽകിയ അഭിമുഖങ്ങളിൽ, പ്രത്യേകിച്ചും ANIക്ക് നൽകിയ അഭിമുഖത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുമുണ്ട്. ഡു വാട്ട് എവർ യു ഡീം അപ്രോപ്രിയേറ്റ്. അതിൻ്റെ അർത്ഥം, ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. അതൊരു പച്ചക്കൊടിയായിരുന്നു. ആ ഒരൊറ്റ ഫോൺ കോളിൻ്റെ ബലത്തിലാണ് ഇന്ത്യൻ സൈന്യം അന്ന് രാത്രി ചരിത്രം തിരുത്തി എഴുതിയത്. ചൈനീസ് പോസ്റ്റുകൾക്ക് മുകളിലുള്ള ഉയർന്ന കുന്നുകൾ ഇന്ത്യൻ സൈന്യം അതിവേഗം കൈയടക്കി. ചരിത്രത്തിലാദ്യമായിട്ട് സമുദ്രനിരപ്പിൽ നിന്നും 16,000 അടി ഉയരമുള്ള മലമുകളിലേക്ക് ഇന്ത്യൻ സൈന്യം T-90 ഭീഷ്മ ടാങ്കുകളും T-72 ടാങ്കുകളും എത്തിച്ചു. ചൈനയുടെ മോൾഡോ ഗാരിസണിലെ പോസ്റ്റുകൾക്ക് നേരെ ഇന്ത്യൻ ടാങ്കുകൾ ഉന്നം പിടിച്ചു. ചൈനീസ് ടാങ്കുകൾക്ക് അനങ്ങാൻ പോലും കഴിയാത്ത വിധം ഉയർന്ന പൊസിഷനിലായിരുന്നു, അതായത് ഡൊമിനേറ്റിംഗ് പൊസിഷനിലായിരുന്നു ഇന്ത്യൻ സൈന്യം അന്ന് നിലയുറപ്പിച്ചത്. ഇന്ത്യയുടെ അപ്രതീക്ഷിത നീക്കം കണ്ട് ചൈനീസ് സൈന്യം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഇന്ത്യ ടാങ്കുകൾ ഉപയോഗിച്ച് തിരിച്ചടിക്കുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല. പോയ കാലത്തെ അനുഭവങ്ങൾ അങ്ങനെയൊന്നും അല്ലല്ലോ. ഒടുവിൽ ഇന്ത്യയുടെ ഈ ശക്തമായ നിലപാട് കാരണമാണ് ചൈന പിന്മാറാനും സമാധാന ചർച്ചകൾക്ക് തയ്യാറാവാനും നിർബന്ധിതരായത്. അല്ലാതെ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ നമ്മുടെ സർക്കാർ അന്ന് ഭയന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ലഭിക്കുന്ന മറുപടി ഇങ്ങനെയായിരിക്കും: ഒന്നും ചെയ്യരുതേ, അനങ്ങരുതേ, ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് വരെ കാത്തിരിക്കൂ എന്നൊക്കെ ആയിരിക്കും. പക്ഷെ മോദി സർക്കാർ നൽകിയത് അങ്ങനെയല്ല. നിങ്ങൾക്കുചിതമായത് ചെയ്യുക എന്ന വാക്കിലൂടെ 1962 നെഹ്റു സർക്കാർ ചെയ്യാൻ മടിച്ച, 2013 സോണിയ സർക്കാർ ചെയ്യാൻ മടിച്ച കാര്യമാണ് മോദി സർക്കാർ ചെയ്തത്. ഫീൽഡ് കമാൻഡർമാർക്ക് സമ്പൂർണ്ണമായ അധികാരം കൈമാറി. ഇനി നമുക്ക് ജനറൽ നരവാനെ നേരിട്ട് എന്ത് പറയുന്നു എന്നും കൂടെ ഒന്ന് പരിശോധിക്കാം. രാഹുൽ ഗാന്ധിയുടെ വാദം ശരിയായിരുന്നെങ്കിൽ
സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം നർവാനെ സർക്കാരിനെതിരെ സംസാരിക്കുമായിരുന്നല്ലോ. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നർവാനെ ANIക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ആദ്യത്തെ പോയിന്റ് ചൈനയുടെ തന്ത്രം പാളിപ്പോയതിനെ പറ്റിയാണ്. അദ്ദേഹം പറയുന്നത് സലാമി സ്ലൈസിങ് അഥവാ കുറേശ്ശെയായിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് മണ്ണ് കുറേശ്ശെ കടിച്ചു പിടിക്കുന്ന ചൈനയുടെ തന്ത്രം 2020 ഇന്ത്യ പരാജയപ്പെടുത്തി. രണ്ടാമത്തെ പോയിന്റിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ മറുപടിയെക്കുറിച്ചാണ്. വി ഹാഡ് ടു ബി മോർ അസേർട്ടീവ്, നമ്മൾ കൂടുതൽ കരുത്താർജിക്കേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചൈന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇന്ത്യ തിരിച്ചടിക്കുമെന്ന്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞ പോയിന്റ് സർക്കാരിൻ്റെ പിന്തുണയെ പറ്റിയാണ്. രാഷ്ട്രീയ നേതൃത്വം, അതായത് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നൽകിയ നിർദ്ദേശങ്ങൾ വ്യക്തമായിരുന്നു. ഇന്ത്യയുടെ പരമാധികാരം അഥവാ സോവറീനിറ്റി ഒരിക്കലും അടിയറവ് വയ്ക്കരുത്. നരവാനെ ഒരിടത്തും പറയുന്നില്ല താൻ അനാഥനായിരുന്നു എന്ന്. മറിച്ച് കൈലാഷ് റേഞ്ചിൽ ഓപ്പറേഷൻ വിജയകരമായത് രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും തമ്മിലുള്ള ഏകോപനം അഥവാ സിനർജി കാരണമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉദ്ധരിക്കുന്നത് നർവാനയുടെ പുസ്തകത്തെ ഒന്നും അല്ല, അത് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ അതിനെപ്പറ്റി ഒരു മാഗസീനിൽ വന്ന ഒരു ആർട്ടിക്കിളിനെ പറ്റിയാണ്. പക്ഷെ അതിലും നർവാനെ പറയുന്നതായിട്ട് കോട്ട് ചെയ്യുന്നുണ്ട്, വി വെർ റെഡി ഇൻ ഓൾ റെസ്പെക്ട്സ്, അതായത് ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും തയ്യാറായിരുന്നു. ടാങ്കുകൾ മലമുകളിൽ എത്തിക്കാൻ സാധിച്ചത് അതിർത്തി വരെ റോഡുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ആരാണ് റോഡുകൾ നിർമ്മിച്ചത്? അത് നമുക്ക് വഴിയെ പരിശോധിക്കാം. മറ്റൊരു വലിയ നുണ പ്രചരിപ്പിക്കപ്പെട്ടത് ഓർമ്മയുണ്ടോ? ഗാൽവാനിൽ നമ്മുടെ സൈനികരെ ആയുധമില്ലാതെയാണ് അയച്ചതെന്ന്. ഇതും രാഹുൽ ഗാന്ധി തന്നെ പലവട്ടം ആവർത്തിച്ചു വരുന്ന നുണയാണ്. എന്നാൽ ജനറൽ നരവാനെ ഇതിന് നൽകിയ മറുപടി വളരെ വ്യക്തമാണ്. അദ്ദേഹം ANI ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട്, ഒരു പട്രോളിങ്ങിന് പോകുമ്പോൾ സൈനികർ പൂർണ്ണമായും ആയുധധാരികളായിരിക്കും, ടോട്ടലി ആംഡ് ആയിരിക്കും. ആരും വെറും വടി മാത്രം എടുത്ത് യുദ്ധത്തിന് പോകാറില്ല. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത്? ഇന്ത്യയും ചൈനയും തമ്മിൽ 1996-ലും 2005-ലും ഒപ്പുവെച്ച കരാറുകൾ പ്രകാരം അതിർത്തിയിൽ മുഖാമുഖം വരുമ്പോൾ വെടിവെക്കാൻ പാടില്ല. അത് സമാധാനം നിലനിർത്താനുള്ള ഒരു പ്രോട്ടോക്കോളായിരുന്നു. നമ്മുടെ സൈനികർ ആ മര്യാദ പാലിച്ചു. അവരുടെ കയ്യിൽ അത്യാധുനിക റൈഫിളുകൾ ഉണ്ടായിട്ടും അവർ കരാർ ലംഘിച്ചില്ല. എന്നാൽ ചൈന എന്താണ് ചെയ്തത്? അവർ ആണികൾ തറച്ച ദണ്ടുകളും മുള്ളുവേലി ചുറ്റിയ കമ്പുകളും ഒക്കെ ആയിട്ടാണ് വന്നത്. അതൊരു സൈനിക നടപടി ആയിരുന്നില്ല, മറിച്ച് അതൊരു ഗുണ്ടായിസമായിരുന്നു. ജനറൽ നരവാനെ കൃത്യമായിട്ട് ആ ഇൻ്റർവ്യൂവിൽ ചോദിച്ചതുപോലെ, ആർ വി ഹൂളിഗൻസ് ഓർ എ പ്രൊഫഷണൽ ആർമി? നമ്മൾ ഗുണ്ടകളാണോ അതോ പ്രൊഫഷണൽ സൈന്യമാണോ എന്ന്. ആ നിർണായക നിമിഷത്തിൽ വെടിയുണ്ട ഉപയോഗിക്കാതെ തന്നെ കേണൽ സന്തോഷ് ബാബുവും സംഘവും ചൈനീസ് സൈന്യത്തിന് നൽകിയ തിരിച്ചടി ചരിത്രമാണ്. ചൈനയുടെ കണക്കുകൾ പ്രകാരം 4 പേര് മരിച്ചു എന്നാണെന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നത് 45 മുതൽ 100 ചൈനീസ് സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ്. അത് നമ്മുടെ സൈനികരുടെ കായിക ബലത്തിൻ്റെയും മനോധൈര്യത്തിൻ്റെയും വിജയമായിരുന്നു. സർക്കാർ നമ്മുടെ സൈനികരുടെ കൈ കെട്ടിയിട്ടിരുന്നില്ല, മറിച്ച് ആവശ്യമെങ്കിൽ ആയുധം ഉപയോഗിക്കാം എന്ന അനുമതി ഗൽവാൻ സംഭവത്തിന് തൊട്ട് പിന്നാലെ മോദി സർക്കാർ നൽകി. അതാണ് പുതിയ ഇന്ത്യയിലെ മാറ്റം. രാഹുൽ ഗാന്ധിക്ക് ഒരു പക്ഷേ ഓർമ്മയുണ്ടാവില്ല, അല്ലെങ്കിൽ അദ്ദേഹം മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. നമുക്ക് 2013 പോകാം. ശ്രീ മൻമോഹൻ സിംഗ് പേരിന് മാത്രം ഒരു പ്രധാനമന്ത്രി ആയിരുന്ന സമയം. അന്ന് ഒഫീഷ്യലി ഭരണത്തിൻ്റെ തലപ്പത്ത് UPA ചെയർപേഴ്സണായിട്ട് സോണിയാഗാന്ധി ഇരുന്ന സമയം. ലഡാക്കിലെ ഡെപ്സാങ് മേഖലയിൽ ചൈനീസ് സൈന്യം കടന്നു കയറി ടെൻറ്റുകൾ അടിച്ചു. 21 ദിവസം അവരവിടെ തങ്ങി. അന്ന് ഇന്ത്യ എന്താണ് ചെയ്തത്? അന്നത്തെ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ് ബീജിങ്ങിലേക്ക് പോയി കൈ കൊടുത്ത് ചിരിച്ചു. ഈ കടന്നുകയറ്റത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് മുഖത്തെ മുഖക്കുരു, അക്നെ ഓൺ ദ ഫേസ് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ശത്രു നമ്മുടെ മണ്ണിൽ കയറി ഇരിക്കുമ്പോൾ അതിനെ വെറും ഒരു മുഖക്കുരു എന്ന് വിളിച്ച നേതൃത്വമായിരുന്നു അന്ന്. എന്നാൽ 2020 സംഭവിച്ചത് അങ്ങനെയല്ല. ചൈന 50,000 സൈനികരെ കൊണ്ടുവന്നപ്പം ഇന്ത്യയും 50,000 സൈനികരെയും ടാങ്കുകളെയും യുദ്ധവിമാനങ്ങളെയും അവിടെ എത്തിച്ച് ഒരു മിറർ ഡിപ്ലോയ്മെൻ്റ് ആണ് നടത്തിയത്. 2014 മുമ്പ് അതിർത്തിയിൽ റോഡുകൾ വെട്ടാനായിട്ട് ഇന്ത്യൻ സർക്കാരിന് ഭയമായിരുന്നു. റോഡ് വന്നാൽ ചൈന അതുവഴി ഇങ്ങോട്ട് വരുമെന്നായിരുന്നു അന്നത്തെ പ്രതിരോധ മന്ത്രി AK ആൻ്റണിയുടെ വിചിത്രമായ വാദം. എന്നാൽ മോദി സർക്കാർ വന്ന ശേഷം കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഉള്ളിൽ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, അതായത് BRO നിർമ്മിച്ചത് 300-ലധികം നിർണായക പാലങ്ങളും തുരങ്കങ്ങളുമാണ്. ദർബുക് ഷിയോക് ദൗലത് ബെഗ് ഓൾഡി, അതായത് DSDBO റോഡ് പൂർത്തിയായതാണ് ചൈനയെ വിളറി പിടിപ്പിച്ചത്.
ജനറൽ നരവാനെ പുസ്തകത്തിൽ പറയുന്ന ആ ധൈര്യം അത് 2020 പെട്ടെന്നുണ്ടായതല്ല. അത് 2014 മുതലുള്ള തയ്യാറെടുപ്പിൻ്റെ ഫലമാണ്. റഫാൽ വിമാനങ്ങൾ, ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ, സിക്സ് ഓവർ റൈഫിളുകൾ, അങ്ങനെ സൈന്യത്തിന് ആവശ്യമുള്ളതെല്ലാം ഈ സർക്കാർ നൽകി. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ സൈന്യത്തിന് കൊള്ളാവുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള വസ്തുത എത്ര പേർക്കറിയാം? ഇന്നും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് മണ്ണ് നഷ്ടപ്പെട്ടിട്ടില്ലേ? ജനറൽ നരവാനെ ഇതിന് നൽകുന്ന ഉത്തരം ഇതാണ്: സ്റ്റേറ്റസ് ക്വോ ഹാസ് ബീൻ റിസ്റ്റോർഡ്. പഴയ സ്ഥിതി പുനഃസ്ഥാപിച്ചു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഗൽവാൻ സംഘർഷത്തിന് ശേഷം നടന്ന ചർച്ചകളിൽ ഇന്ത്യ 1 ഇഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. പാങ്കോങ് തടാകത്തിൻ്റെ വടക്കൻ കരയിൽ ഫിംഗർ 4 നിന്നും ഫിംഗർ 8 ചൈനീസ് സൈന്യത്തിന് മടങ്ങേണ്ടി വന്നു. അത് വെറുതെ നടന്നതല്ല. കൈലാഷ് റേഞ്ച് നമ്മൾ പിടിച്ചടക്കിയപ്പോൾ ചൈനയ്ക്ക് മനസ്സിലായി ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്ന്. അവരുടെ മോൾഡോ ഗാരിസൺ നമ്മുടെ തോക്കിൻ മുനയിലായപ്പോൾ അവർക്ക് പിന്മാറുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അടുത്തിടെ 2024 നമ്മൾ കണ്ട വാർത്ത എന്താണ്? ഡെപ്സാങ്ങിലും ഡെംചോക്കിലും പെട്രോളിംഗ് നടത്താനുള്ള അവകാശം ഇന്ത്യ തിരിച്ചു പിടിച്ചു. 2020 മുമ്പുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മടങ്ങിയെത്തി. ഇത് മോദി സർക്കാരിൻ്റെ നയതന്ത്ര സൈനിക വിജയമാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ ഭയമായിരുന്നെങ്കിൽ ചൈന ഒരിക്കലും പിന്നോട്ട് പോവില്ലായിരുന്നു. സുഹൃത്തുക്കളെ, ജനറൽ നരവാനയുടെ പുസ്തകത്തിലെ ഒരേ ഒരു വരി അടർത്തിയെടുത്ത് രാഹുൽ ഗാന്ധി നടത്തിയത് രാജ്യസുരക്ഷയെ വെച്ചുള്ള ഒരു രാഷ്ട്രീയ കളിയാണ്. ഡു വാട്ട് എവർ യു ഡീം അപ്രോപ്രിയേറ്റ് എന്ന വാചകം ഒരു സൈനിക ജനറലിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. അത് ആ സേനയുടെ മുകളിൽ സർക്കാരിനുള്ള സമ്പൂർണ്ണമായ വിശ്വാസമാണ്. നമ്മൾ കണ്ടത് 2 ചിത്രങ്ങളാണ്. ഒന്ന്, 2013 ചൈന ടെൻ്റ് അടിച്ചപ്പോൾ നിസ്സഹായരായി നിന്ന ഒരു ഇന്ത്യ സർക്കാർ. 2, 2020 ചൈനീസ് ടാങ്കുകൾക്ക് നേരെ ഇന്ത്യൻ ടാങ്കുകൾ വിന്യസിച്ച് കണ്ണിന് കണ്ണ് വെച്ച് സംസാരിച്ച മറ്റൊരു സർക്കാർ. ഇന്ത്യൻ സൈന്യം എന്നും ധീരന്മാരാണ്, വീരന്മാരാണ്. പക്ഷേ ആ വീര്യത്തിന് മൂർച്ച കൂട്ടുന്നത് ഭരണകൂടത്തിൻ്റെ ഇച്ഛാശക്തി കൂടെ ഉണ്ടാകുമ്പോഴാണ്. ജനറൽ നരവാനയുടെ വാക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് ആ ഇച്ഛാശക്തിയെയാണ്. നമ്മുടെ സൈനികരുടെ മനോവീര്യം തകർക്കുന്ന ഇത്തരം വ്യാജ പ്രചാരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. സത്യം അത് ജനറൽ നരവാനെ പറഞ്ഞത് തന്നെയാണ്: നോ വൺ ക്യാൻ ടേക്ക് ആൻ ഇഞ്ച് ഓഫ് അവർ ലാൻഡ്. സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് തോന്നുന്നു എങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം നല്ലൊരു വീഡിയോയുമായിട്ട്. ജയ് ഹിന്ദ്, വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്.